ബംഗാളിലും അതുപോലെ തന്നെ ബീഹാറിലും SIR-ന് ശേഷം കടുത്ത നടപടിയിലേക്ക് BJP സർക്കാരുകൾ കടക്കുകയാണ്. ഈ രണ്ടിടത്തും ഈ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണത്തിന് പിന്നാലെ ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത്. ഈ SIR-ന് ശേഷം ബംഗാളിൽ ഇലക്ഷൻ നടക്കുകയും അതിൽ TMCക്ക് ഭരണത്തിലുണ്ടായിരുന്ന തൃണമൂൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാവുകയും അത് SIR അവിടെ വലിയ രീതിയിലുള്ള വിഷയമാവുകയും ഒക്കെ ചെയ്തതാണ്. ഈ രണ്ടിടത്തും ഈ പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കാൻ അത് റദ്ദു ചെയ്യാനാണ് BJP സർക്കാരുകൾ തീരുമാനിച്ചിട്ടുള്ളത്. ആനുകൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ റേഷനുണ്ട്, ക്ഷേമ പെൻഷനുകളുണ്ട്, സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുണ്ട്. ഇതെല്ലാം ഈ ആളുകൾക്ക് നിഷേധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി ബീഹാറിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരല്പം കൂടി കടന്നാണ് കേട്ടോ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് ഇത്തരം ആനുകൂല്യങ്ങൾ നിഷേധിക്കാൻ തീരുമാനിച്ചില്ല. അത് അവിടെ ബാങ്ക് അക്കൗണ്ടുകളും പാസ്ബുക്ക് പോലും റദ്ദു ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഉറപ്പായും ബംഗാളിൽ ഈ വിഷയം ആളിക്കത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം TMC മമതാ ബാനർജി വലിയ പ്രതിഷേധത്തിലാണ്. ഇതിനോടകം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അവർ രംഗത്ത് വന്നിട്ടുണ്ട്. തന്നെ തോൽപ്പിച്ചതാണ്, നിർബന്ധിച്ച് തോൽപ്പിച്ചതാണ് എന്നവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ വിഷയം വലിയ ആയുധമാക്കി അവിടെ ഉയർന്നു വരുമെന്നതിൽ സംശയമില്ല. മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ BJPയുടെ പൗരത്വ മുഖം കൂടി ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷ വിമർശനവും ഉയരുന്നത്. എന്താണ് ബംഗാളിലും ബീഹാറിലും നടക്കുന്നതെന്ന് നോക്കാം. ഇത് യഥാർത്ഥത്തിൽ ഒരു പൗരത്വ നീക്കം തന്നെയല്ലേ നടക്കുന്നത് പ്രമോദ് സാർ? ആനുകൂല്യങ്ങളൊക്കെ നിഷേധിക്കുക എന്ന് പറയുമ്പോൾ അല്ല, അതിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ SIR എന്ന് പറയുന്ന പ്രക്രിയ ആരംഭിച്ചത് തൊട്ട് കാണേണ്ട ഒരു കാര്യം, അതിൻ്റെ വൈൽഡസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് വരാൻ പോകുന്നത് ഇത് തന്നെയായിരിക്കുമെന്ന് നമ്മൾ അന്നേ പറഞ്ഞതാണ്. ഒരു വിഭാഗം പൗരന്മാരെ അവരുടെ പൗരത്വം ഇല്ലാതാക്കി നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിൻ്റെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലോഞ്ചിങ് ആണ് അന്ന് നടന്നത് എന്നത് അന്ന് തന്നെ നമ്മളെല്ലാം വിലയിരുത്തിയതാണ്. മാത്രമല്ല, എനിക്ക് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഔട്ട് ഓഫ് ഫോക്കസിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ബംഗാൾ, അസം, ബീഹാർ, മണിപ്പൂർ ഈ പറയുന്ന ആ സെറ്റ് ഓഫ് ആ സ്റ്റേറ്റ്സിനെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ പറയുന്ന ഒരു എന്താ പറയുക, തുടച്ചു നീക്കൽ പ്രക്രിയയുടെ വിവിധ രൂപങ്ങളിലുള്ള ആവിഷ്കാരമാണ്. ഇനിയിപ്പോൾ അതങ്ങോട്ട് ഇവിടെ എല്ലാം BJP സർക്കാരുകൾ വന്നു കഴിഞ്ഞു. അതും വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള മെജോറിറ്റിയോടുകൂടി അവർക്ക് യാതൊരു തരത്തിലുള്ള ഭീഷണികളുമില്ല. അവർ തീരുമാനിക്കുന്ന വർഗീയ അജണ്ട വളരെ ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംഗതികൾ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിൽ കാണേണ്ടത് ഇപ്പോൾ ബംഗാളാണ് നമ്മൾ ഏറ്റവും അധികം അതിനകത്ത് അവരെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം മോസ്റ്റ് ക്രൂഷ്യലായിട്ടുള്ള, ഇന്ത്യയെ എങ്ങോട്ട് മാറണം, ഇന്ത്യ ഇനി ഭാവിയിൽ എന്തായി തീരണം എന്നുള്ള കാര്യത്തിൽ അവരുടെ പ്ലാൻസിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം എന്ന നിലയിൽ അവിടെ ഭരണം പിടിക്കുക എന്നുള്ളതാണ്. അതവർ നേടിക്കഴിഞ്ഞു. ഇപ്പോൾ SIR എന്ന് പറയുമ്പോൾ നമുക്കറിയാം, തുടക്കം മുതൽ തന്നെ അത് ഇലക്ഷൻ കമ്മീഷൻ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അത് കേവലം ഒരു വോട്ടർ പട്ടിക പരിഷ്കരണമാണ്. അല്ലാതെ അതിൽ പൗരത്വത്തിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ക്വസ്റ്റ്യൻ അതിനകത്ത് ഉദിക്കുന്നില്ല എന്നതാണ് ആദ്യം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത നിലപാട്. അപ്പോൾ സുപ്രീം കോടതിയിൽ കഴിഞ്ഞ വർഷം ജൂലൈയിൽ നൽകിയ സത്യവാങ്മൂലത്തിലടക്കം ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് വെച്ചിട്ട്, അതായത് വോട്ടർ പട്ടികയിൽ ഒരാൾ ഉണ്ടോ ഇല്ലയോ എന്നത് വെച്ചിട്ട് ഒരാളുടെ പൗരത്വം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ ECI നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒരു വശത്ത് പറയുമെങ്കിലും ഈ പറയുന്ന ഈ ലിസ്റ്റ് രൂപപ്പെട്ടതിന് ശേഷം ഇതിൽ ഉൾപ്പെടാത്ത ആളുകളെ അന്യന്മാരായി കണ്ടുകൊണ്ടുള്ള നീക്കങ്ങളിലേക്ക് ഇവർ കടക്കുമെന്നുള്ളത് 100% ഉറപ്പായിരുന്നു. അപ്പോൾ ആ അന്യത്വം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഓരോ സ്റ്റെപ്പാണ് ഈ ആരംഭിച്ചിരിക്കുന്നതെന്ന് നമ്മൾ കാണണം. റേഷൻ കാർഡ് നിഷേധിക്കുക, ക്ഷേമ പെൻഷനുകൾ നിഷേധിക്കുക, മറ്റ് തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കുക, ബീഹാറിലാണെങ്കിൽ ബാങ്ക് പാസ്പോർട്ട് ഉൾപ്പെടെ നിഷേധിക്കുക, ഇങ്ങനെ തുടങ്ങി ഓരോന്നോരോന്നായിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെയുള്ള ആളുകളെ ഇത്തരം അവിടെ ജനിച്ചു വളർന്ന മനുഷ്യരാണിവർ. അത് നമ്മൾ ഓർക്കണം. അല്ലാതെ ഈ കുറച്ച് നാൾ മുമ്പ് അവിടെ വന്ന് ഈ ഇൻഫിൽട്രേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഒരു തോന്നൽ എന്താണ്, നമുക്കെന്താണ് ഇവർ ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ്, അതിർത്തി കടന്ന് ഇപ്പോൾ ഇങ്ങോട്ട് കടന്നു കയറിയിട്ടുള്ള കുറേ മനുഷ്യർ വർഷങ്ങളായി അവിടെ ജീവിക്കുന്ന, കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും വോട്ട് ചെയ്തിട്ടുള്ള മനുഷ്യരാണ്. വോട്ട് ചെയ്യുക മാത്രമല്ല, അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ, പല തരത്തിലുള്ള ഉദ്യോഗങ്ങളിലും പല പ്രവർത്തനങ്ങളും ഏർപ്പെട്ടിട്ടുള്ള മനുഷ്യരാണ്. അവരിലാണ് ഈ പറയുന്ന ഈ 91 ലക്ഷം പേർ. 91 ലക്ഷം പേരിൽ പോട്ടെ, കുറേ പേര് മരിച്ചുപോയവരായിരിക്കാം. ബാക്കി എത്ര പേരെയാണ് ഇവർ പുറന്തള്ളാൻ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കുക. എന്തായിരിക്കും അവരുടെ ഭാവി? എങ്ങനെയാണ് അവർ ഇനി അവിടെ ജീവിക്കുക? എന്താണ് അവർക്കുള്ളൊരു സുരക്ഷ?
ഒന്ന് ആലോചിക്കൂ. ഗവൺമെൻറ് തന്നെ അവരെ അന്യന്മാരാക്കി, അവർ ഇൻഫിൽട്രേറ്റേഴ്സാണ്, അവർ പുറന്തള്ളവരാണ് എന്ന് മുദ്ര കുത്തിക്കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ അവരുടെ ഒരു സ്റ്റാറ്റസ് എന്തായിരിക്കും? അവരെങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത്? വലിയ ചോദ്യമല്ലേ. നോക്കൂ, മുർഷിദാബാദ് ഉൾപ്പെടെയുള്ള ജില്ലകൾ, ആ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ആളുകളെ പുറന്തള്ളിയിട്ടുള്ളതെന്ന് പറയുന്നു. ആ ജില്ലകളിലുള്ള മുർഷിദാബാദ് ഉൾപ്പെടെയുള്ള അതിർത്തി ജില്ലകളിൽ വരുന്ന ആളുകളിൽ ഭൂരിഭാഗവും ബംഗാളി ഭാഷ സംസാരിക്കുന്ന മുസ്ലിങ്ങളാണ്. അവരെ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നടന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അവരെയാണ് ഏറ്റവും കൂടുതൽ, മുർഷിദാബാദ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഡിലീഷൻസ് ഉണ്ടായിട്ടുള്ളത്. അത് മുഴുവൻ ആ വഴിക്ക് അവിടെ വന്നിരിക്കുന്ന, അതായത് അവിടുത്തെ മുസ്ലിം ജനതയെ മുഴുവൻ തന്നെ കടന്നുകയറ്റക്കാരായിട്ടും അനധികൃത കുടിയേറ്റക്കാരായും മാറ്റി അവരെ അവിടെ നിന്ന് അന്യവൽക്കരിച്ച് പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതിനുള്ള ഓരോരോ ചുവടുവയ്പ്പാണ്. ഇതിൽ നോക്കിക്കോ, 91 ലക്ഷം പേരിൽ ഏതാണ്ട് 24 ലക്ഷം പേരുടെയാണ് ഈ ട്രിബ്യൂണലിന് മുമ്പാകെ അപേക്ഷ എത്തിയിരിക്കുന്നത്. 19 ട്രിബ്യൂണലുകളാണുള്ളത്. അതും കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് രൂപീകരിച്ച, അന്തിമമായി അതിൻ്റെ ഒരു പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഈ 19 ട്രിബ്യൂണലുകളിലായിട്ട് എങ്ങനെയാണ് ഈ 24 ലക്ഷം പേരുടെ കേസുകൾ കേട്ട് എപ്പോൾ തീരുമാനമെടുക്കാനാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതിൽ തന്നെ ഈ തീരുമാനമെടുക്കും തോറും കൂടുതൽ ആളുകൾ പുറത്തായിക്കൊണ്ടിരിക്കുക. അതും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുറത്തായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർക്കൊക്കെ അത് തന്നെ നോക്കൂ, 24 ലക്ഷം പേര് മാത്രമേ ട്രിബ്യൂണലിൽ എത്താൻ പറ്റിയിട്ടുള്ളൂ. മൊത്തം ആകെ 60 ലക്ഷം പേരുടെ പട്ടികയാണ് ആദ്യം ഉണ്ടാക്കിയത്, കുറഞ്ഞു വന്നത്. ആ പട്ടികയിൽ നിന്ന് ആ പട്ടികയിൽ ഈ പറഞ്ഞ സ്ഥലം മാറിപ്പോയവരും ഒക്കെ ഉൾപ്പെടുന്ന ആദ്യത്തെ പട്ടിക, അതിനുശേഷം കൂട്ടിച്ചേർത്ത പട്ടിക. അതിൻ്റെ കാരണം എന്താണ്? അതിനുവേണ്ടി പറഞ്ഞ കാരണം മറ്റൊന്നുമല്ല. ഈ കൂടുതൽ പേര് ഒഴിവാക്കിയതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ബംഗാളിന് മാത്രമായി ഏർപ്പെടുത്തിയ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന് പറയുന്ന ഒരു മാനദണ്ഡമാണ്. എന്താണ് ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞാൽ? നിങ്ങളുടെ പേരിലെ അക്ഷരത്തെറ്റ്, നിങ്ങളുടെ ഫാദറിൻ്റെ പേരിലെ അക്ഷരത്തെറ്റ്, നിങ്ങളുടെ അല്ലെങ്കിൽ അമ്മയുടെ പേരിലെ അക്ഷരത്തെറ്റ്, നിങ്ങളുടെ ബന്ധം സൂചിപ്പിക്കുന്നതിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഏജ് ഡിഫറൻസ് ഒക്കെ വെച്ചിട്ടാണ് അത്. എൻ്റെ അച്ഛനും ഞാനും തമ്മിലുള്ള ഏജ് ഡിഫറൻസിൽ അവർ കാണുന്ന അവരുടെ യുക്തിപ്രകാരമുള്ള ഡിഫറൻസ് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ സംശയത്തിലാണ്, അപ്പോൾ നിങ്ങളുടെ ഇത് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ നിഷേധിക്കപ്പെട്ട ആളുകളാണ് അവരൊക്കെ ഇവിടുത്തെ പൗരന്മാരാണ്. അവർ എത്രയോ കാലമായി ഇവിടെ ജീവിച്ചു പോകുന്ന മനുഷ്യരെയാണ് ഈ രീതിയിൽ കണ്ട്. അപ്പോൾ നോക്കൂ, ഇപ്പോൾ ഓൾറെഡി ഈ ലോജിക്കൽ ഡിസ്ക്രിപ്പൻസീസിൻ്റെ പേരിൽ മാത്രം ഇതിൽ നിന്ന് ഔട്ടായി പോവുകയും ട്രിബ്യൂണലിൽ എത്താൻ കഴിയാതിരിക്കുകയും ചെയ്ത മനുഷ്യന്മാർ ഇപ്പോൾ തന്നെ അവിടെ ഔട്ടാണ്. അതാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ തന്നെ എന്തിൻ്റെ പേരിൽ? ഈ വോട്ടിംഗ് റൈറ്റ് ഇല്ല എന്ന ഒറ്റ കാരണത്തിൻ്റെ പേരിൽ അവർക്ക് സർവ്വ അവകാശവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി അവരവിടെ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള വലിയ വലിയ ചോദ്യത്തിലേക്ക് നീങ്ങുകയാണ്. ഇത് ബംഗാളിൽ, ബീഹാറിൽ നടക്കാൻ പോകുന്നു. അസമിൽ മറ്റൊരു രീതിയിൽ. അസമിലേക്ക് കാര്യം നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോക്കൂ, അവിടെ ഹിന്ദു മുസ്ലിം ഡിവൈഡ് എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഈ ബംഗാളി സംസാരിക്കുന്ന മിയ മുസ്ലിംസാണ് അവിടുത്തെ അസം മുസ്ലിങ്ങളിൽ കൂടുതൽ. ഈ പറയുന്ന BJPയുടെ പാനലിൽ ജയിച്ചതിൽ ഒരൊറ്റ മുസ്ലിമില്ല. 102 MLAമാരാണ്. 102 MLAമാരാണ് BJPയും അവരുടെ സഖ്യകക്ഷികളും കൂടി. ഒരൊറ്റ മുസ്ലിം MLA ഇല്ല. ഹിന്ദു MLAമാരാണ് കൂടുതൽ. അതേസമയം ഒപ്പോസിഷനിൽ ജയിച്ച കോൺഗ്രസിൻ്റെ 19 MLAമാരിൽ 18 പേരും മുസ്ലിങ്ങളാണ്. അപ്പോൾ അതുകൂടാതെ ഘടകകക്ഷികളും കൂടുമ്പോൾ 22 MLAമാർ, അതായത് 23 ഒപ്പോസിഷൻ MLAമാർ, പ്രതിപക്ഷ MLAമാരിൽ 22 പേരും മുസ്ലിങ്ങളാണ്. ഭരണപക്ഷത്ത് മുഴുവൻ ഹിന്ദു MLAമാരാണ്. ഇതാണിപ്പോൾ അവിടുത്തെ സഭയിലെ അവസ്ഥ. എന്തുമാത്രം വലിയ വിഭജനത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് വിഭജനം! അതിലേക്ക് എത്തി. നമുക്ക് പറയാൻ തന്നെ നമുക്ക് ജനാധിപത്യത്തെക്കുറിച്ച് നമുക്ക് പറയാൻ ലജ്ജ തോന്നുന്ന കാര്യമാണ്. അപ്പോൾ ഇനി അത് സൃഷ്ടിക്കാൻ പോകുന്ന കാര്യം എന്താണ്? ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന അങ്ങേയറ്റം വർഗീയവാദിയും ഫാസിസ്റ്റുമായിട്ടുള്ള മുഖ്യമന്ത്രി ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞു, 35 രൂപ ചോദിക്കുന്ന മിയ മുസ്ലിമിന് 10 രൂപ കൊടുത്തിട്ട് അവനെ പുറത്താക്കുക, ആ ഓട്ടോറിക്ഷ ഡ്രൈവർ അതിൽ കയറാതിരിക്കുക, അവരെ ഇവിടുന്ന് പുറത്താക്കുക, അവരെ നിർബന്ധിച്ച് അവരെ ഇവിടുന്ന് ഇല്ലാതാക്കുക എന്ന എക്സ്റ്റോർഷൻസ് ഒക്കെ നടത്തിയ ഒരാളാണ് ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 3-4 സംസ്ഥാനങ്ങൾ ഇനി ഇന്ത്യയുടെ
ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു നെരിപ്പോട് പോലെ ആകാൻ പോകുന്ന സംസ്ഥാനങ്ങളാണ്. ഞാനിത് പറയുമ്പോൾ ഒരു ഓവർ പിന്നെ എന്താ പറയുക എക്സാജറേഷൻ ആണെന്നൊക്കെ നമുക്ക് തോന്നും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് നടപ്പാക്കാൻ പോവുകയാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. എന്താ പറയുക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു വെല്ലുവിളിയായി മാറാൻ പോകുന്ന നാളുകളാണ് ഈ നോർത്ത് ഈസ്റ്റും അതുപോലെ തന്നെ പിന്നെ ഈ ഭാഗങ്ങളും ഈസ്റ്റേൺ സൈഡും ഒക്കെ കാണാൻ പോകുന്നു. അജിംസ്, അപ്പോൾ ഈ കണ്ട ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ രാജ്യത്ത് നിന്ന് പലായനം ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് സാഹചര്യത്തിലേക്കാണോ കടക്കാൻ പോകുന്നത്? പലായനം ചെയ്യേണ്ടി വരില്ല എന്ന് പറയുന്നത് ഗുരുജി ഗോൾവാർക്കറാണ്. അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഹിന്ദുത്വം എന്ന ഐഡിയോളജി അംഗീകരിക്കാത്ത ആരും, അതിപ്പോൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഒന്നുമില്ല, അത് അംഗീകരിക്കാത്ത ആരും, അതായത് ഭാരതത്തിൻ്റെ ഹിന്ദുത്വ സ്വഭാവം അംഗീകരിക്കാത്ത ആർക്കും അതിൽ ആഭ്യന്തര ശത്രുക്കളായിട്ട് എണ്ണി കഴിഞ്ഞാൽ 3 പേരുണ്ട്. അത് കൂടാതെയുള്ള ആളുകളെയാണ് പറയുന്നത്. അവർക്ക് പൂർണ്ണമായ പൗരത്വം ഉണ്ടാവില്ല. പൗരത്വാവകാശങ്ങളില്ലാതെ അർത്ഥപൗരന്മാരായി ഇവിടെ ജീവിക്കാം എന്ന് ഗുരുജി ഗോൾവാർക്കർ എഴുതി വെച്ചതാണ്. അപ്പോൾ അത് നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നോക്കുക, ഇപ്പോൾ ഈ CAA എന്ന നിയമം കൊണ്ടുവരികയാണ്. അതിനെതിരെ രാജ്യത്ത് ഭയങ്കര പ്രക്ഷോഭം ഉണ്ടായി. മതാടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്നതിനെ എതിർത്തുകൊണ്ടാണ് പ്രക്ഷോഭം ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് അമിത്ഷാ പറയുന്നത് എന്താണ്? അമിത്ഷാ മാത്രമല്ല, ഇവിടെ BJPയുടെ നിരീക്ഷകർ ഉൾപ്പെടെ കണ്ണട വച്ചതും അല്ലാത്തതുമായ നിരീക്ഷകർ പറഞ്ഞത് ഇത് പൗരത്വം നൽകാനുള്ള നിയമമാണ്, പൗരത്വം എടുത്തു മാറ്റാനുള്ള നിയമമല്ല എന്നാണ്. യഥാർത്ഥത്തിൽ ശരിയാണ്. അത് ആർക്ക് പൗരത്വം നൽകാനുള്ളതാണ്? അത് അയൽരാജ്യങ്ങളിൽ നിന്നൊന്ന മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് പൗരത്വം നൽകാനുള്ള നിയമം തന്നെയാണ്. എന്തിനാണ് ആ നിയമം കൊണ്ടുവന്നത്? ആ നിയമം കൊണ്ടുവന്നതെന്ന് വെച്ചാൽ അത് ആസാമിന് വേണ്ടിയാണ്. നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ BJPയുടെ RSSൻ്റെയും ഈ പൗരത്വ പ്രൊജക്റ്റിന് ചില തിരിച്ചടികളുണ്ട്. അതിൽ ബംഗാളും അസമും അതിൻ്റെ ഉദാഹരണമാണ്. ഉദാഹരണത്തിന് അസമിൽ NRC നടപ്പാക്കി. അസമിൽ ഇൻഫിൽട്രേറ്റേഴ്സ്, ബംഗ്ലാദേശിൽ നിന്ന് കടന്നു വന്ന ആളുകളുണ്ട് എന്നുള്ളതാണല്ലോ അവിടുത്തെ പ്രശ്നം. അപ്പോൾ അത് മുസ്ലിങ്ങൾ മാത്രമല്ല, അസമിലുള്ളത് മുസ്ലിങ്ങൾ മാത്രമല്ല, ഹിന്ദുക്കളുമുണ്ട്. അപ്പോൾ അസമിൽ നടന്നിട്ടുള്ള 80കളിൽ തൊട്ട് നടക്കുന്ന പ്രൊട്ടസ്റ്റ് അവിടെ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള പ്രൊട്ടസ്റ്റ് അല്ല, ബംഗാളി സ്പീക്കിംഗ് ആളുകൾക്കെതിരായിട്ടുള്ള പ്രൊട്ടസ്റ്റാണ്. അതൊരു ഭാഷാപരമായ സമരമാണ്. അതായത് അസമീസ് സംസാരിക്കാത്ത ആളുകളുടെ ആധിക്യം ഈ സംസ്ഥാനത്തിൻ്റെ ഐഡൻറ്റിറ്റിയെ മാറ്റുന്നു എന്നുള്ളതായിരുന്നു അവിടുത്തെ പ്രശ്നം. അപ്പോൾ അവിടെ NRC നടപ്പാക്കി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പുറത്തു പോകുന്ന ആളുകൾ ഹിന്ദുക്കളാണ്, ബംഗാളി സ്പീക്കിംഗ് ഹിന്ദുക്കളാണ് കൂടുതലും പുറത്തു പോകുന്നത്. അപ്പോൾ അത് ആരുടെ അജണ്ടയ്ക്ക് പറ്റില്ല? RSSൻ്റെ അജണ്ടയ്ക്ക് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? CAA നടപ്പാക്കുന്നു, അവർക്ക് പൗരത്വം കൊടുക്കുന്നു. ഇതേ CAA NRC ബംഗാളിൽ നടപ്പാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഈ ബംഗാളിൽ ഇപ്പോൾ ലിസ്റ്റിൽ നിന്ന് വെട്ടപ്പെട്ടവരിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, മഥുവ എന്ന പേരുള്ള ഒരു കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റി ദളിതുകളാണ്. അവർ പലരും ബംഗ്ലാദേശിൽ നിന്ന് വന്നവരുമുണ്ട്, അവിടെ തന്നെയുള്ള ആളുകളുണ്ട്. അവരും ബഹുഭൂരിഭാഗം അവരുമുണ്ട്. മുസ്ലിങ്ങളെ പോലെ തന്നെ ഈ ദളിത് കമ്മ്യൂണിറ്റിയും പുറത്തു പോവാണ്. അപ്പോൾ ഈ CAA നടപ്പാക്കി കഴിഞ്ഞതിന് ശേഷം ഈ മഥുവ കമ്മ്യൂണിറ്റി ആളുകളോട് ഈ ബംഗാളിലെ BJPക്കാർ നിരന്തരം പറയും, നിങ്ങൾ പൗരത്വത്തിന് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നത് എന്താ, ഞങ്ങൾ ഇതിന് പൗരത്വത്തിന് അപ്ലൈ ചെയ്യണം, വി ആർ ഓൾറെഡി സിറ്റിസൺ, ഞങ്ങളിവിടെ സിറ്റിസൺ, നമ്മൾ അപ്ലൈ ചെയ്യുന്നതോടെ എന്തായി മാറും? എനിക്ക് ഇന്ത്യൻ പൗരത്വം വേണം CAA പ്രകാരം എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യുന്നതോടി അപ്ലൈ ചെയ്യുന്ന നിമിഷം അയാൾ പൗരനല്ലാതായി മാറും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്താൽ ഞങ്ങളുടെ പൗരത്വം പോയി ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ട് അവരാരും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്ലൈ ചെയ്യാത്ത ആളുകൾ ഉൾപ്പെടെയുള്ളവരെയാണ് ഇപ്പോൾ SIR ഉപയോഗിച്ച് വെട്ടിമാറ്റിയിട്ടുള്ളത്. അപ്പോൾ SIR പ്രഖ്യാപിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ കോടതിയിലും അല്ലാതെയും പറഞ്ഞെന്താണ്, ഇത് പൗരത്വ പരിശോധനയല്ല എന്നാണ്, അല്ലേ? ഇതിന് പൗരത്വവുമായി ഒരു ബന്ധവുമില്ല, പൗരത്വ പരിശോധനയല്ല എന്നാണ്. പ്രാക്ടിക്കലി എന്താ സംഭവിക്കുന്നത്? അത് പൗരത്വ നിഷേധമായി മാറുകയാണ്. ഇതൊരു RSS പ്രൊജക്റ്റാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, BJPക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്ന 2 ടേം കഴിഞ്ഞു. 2014, 19, 24 കഴിഞ്ഞു. ഇപ്പോൾ അവർക്ക് കേവല ഭൂരിപക്ഷമില്ല. 2 പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ JDUവിൻ്റെയും TDPയുടെയും പിന്തുണയിലാണ് അവർ ഭരിക്കുന്നത്. അവർ അത് ഭരിക്കുമ്പോഴാണ് ഏറ്റവും മാരകമായ പൗരത്വ നിഷേധം നടത്തുന്നതെന്ന് ശ്രദ്ധിക്കുക. ഏറ്റവും മാരകമായ രീതി. ഇപ്പോൾ CAA രാജ്യം മുഴുവൻ എതിർത്ത് തോൽപ്പിക്കുകയായിരുന്നു, വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റ് നടന്നു, എന്നിട്ട് CAA നടപ്പാക്കി. ഇപ്പോൾ 2 ഘടകകക്ഷികളുടെ പിന്തുണയിലാണ് BJP ഭരിക്കുന്നത്. അപ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്? ലക്ഷക്കണക്കിന് ആൾക്കാരെ, 1 കോടി ആൾക്കാരെ ബംഗാളിൽ ആൾക്കാരെ വെട്ടി നീക്കുന്നത്. അപ്പോൾ ഇതിനർത്ഥം ഈ വെട്ടി നീക്കപ്പെട്ട ആൾക്കാർ മുഴുവൻ ഇവിടുന്ന് പലായനം ചെയ്യണമെന്നോ, അല്ലെങ്കിൽ ഇവരെ പിടിച്ച് ഡിറ്റൻഷൻ സെൻ്ററിലാക്കുമെന്നോ, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് വംശഹത്യ ചെയ്യുമെന്നൊന്നുമല്ല. ഗോൾവാർക്കർ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പൗരത്വാവകാശങ്ങളില്ലാതെ അവിടെ കഴിയാം. എന്താ ആദ്യത്തെ പൗരത്വാവകാശം? വോട്ട് ചെയ്യാനുള്ള അവകാശം. അത് ഓൾറെഡി എടുത്തു കളഞ്ഞു. ഇനി എന്തൊക്കെ തരില്ല? നിങ്ങൾക്ക് സർക്കാരിൻ്റെതായ ഒരു തരത്തിലുള്ള സംരക്ഷണം ഉണ്ടാവില്ല. ആധാർ കാർഡ് ഉണ്ടാവില്ല, റേഷൻ ഉണ്ടാവില്ല, ആരോഗ്യരക്ഷ കിട്ടില്ല, ഇൻഷുറൻസ് ഉണ്ടാവില്ല, പെൻഷൻ ഉണ്ടാവും, ഒന്നും ഉണ്ടാവില്ല. ഇതാണ് പൗരത്വാവകാശങ്ങൾ. അത് കഴിയാന്ന് പറഞ്ഞു. നിങ്ങൾ ഇനി ഇവിടെ കഴിഞ്ഞോളൂ, 2ാം കിട പൗരന്മാരായി. അപ്പോൾ അത് നടപ്പാക്കുകയാണ്. അപ്പോൾ ഇതിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്ര
നമ്മൾ ഈ മലയാളികളുടെ ഒരു പ്രശ്നമുണ്ട്. മലയാളികൾ സംഘപരിവാറിനെ എപ്പോഴും കളിയാക്കും, അവർക്ക് ബുദ്ധിയില്ലാത്തവരാണ്, ചാണകത്തലയന്മാരാണെന്ന് പറഞ്ഞ് കളിയാക്കും. അവർക്ക് നല്ല ബുദ്ധിയുണ്ട്, അത് കുരുട്ട് ബുദ്ധിയാണെന്നേ ഉള്ളൂ. ആ ബുദ്ധി അവർ പ്രയോഗിക്കുകയാണ്. ആ TDP JDU എന്ന രണ്ട് ഘടകകക്ഷികൾ, ആ രണ്ട് ഘടകകക്ഷികളിൽ JDU വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒന്നാണ്. എങ്ങനെയാണ് JDUവിനെ അവർ സൈലൻസ് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാകും. നിതീഷ് കുമാർ എന്ന് പറഞ്ഞ നേതാവ് ഇപ്പോൾ ഇല്ല. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പബ്ലിക് അപ്പിയറൻസ് നമ്മൾ ശ്രദ്ധിക്കണം. പല വീഡിയോസും പുറത്തു വന്നു. ഇപ്പോൾ അവിടുത്തെ ആരോഗ്യമന്ത്രിയാണ് ബീഹാറിൽ. ആ ആരോഗ്യമന്ത്രി നേരെ ചൊവ്വേ സംസാരിക്കുന്നത് പോയിട്ട് ബിഹേവ് ചെയ്യാൻ പോലും അറിയാത്ത ഒരാളാണ്. അങ്ങനെ ഒരാളെ പിടിച്ച് അവിടെ മന്ത്രിയാക്കി വെച്ചിരിക്കുകയാണ്. നിതീഷ് കുമാറിനെ നിശബ്ദനാക്കി കഴിഞ്ഞിരിക്കുന്നു. TDPക്ക് എന്താണ് സംഭവിക്കുന്നത്? TDP ഒരു മതേതര പാർട്ടി തന്നെയാണ്. അവരിതിനെക്കുറിച്ച് അവർക്ക് വറീഡല്ല, അവർക്കതൊരു പ്രശ്നമേ അല്ല. എന്ന് മാത്രമല്ല, ആന്ധ്രയിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ച് പരക്കാല പ്രഭാകരൻ്റെ ചില നിരീക്ഷണങ്ങൾ പുറത്തു വന്നു. എങ്ങനെയാണ് റിസൾട്ട് വന്നത്? അപ്പോൾ ഇത് ശരിയല്ല എന്നെങ്ങാനും മോദിയോട് പറഞ്ഞു കഴിഞ്ഞാൽ നീയൊക്കെ എങ്ങനെയാണ് ജയിച്ചതെന്ന് എനിക്കറിയാം എന്ന് അമിത്ഷാക്ക് തിരിച്ചു പറയാൻ. അപ്പോൾ വളരെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നൽകിയിട്ടുള്ളൊരു പ്രതീക്ഷയുണ്ട് രാജ്യത്ത്. അത് ഇന്ത്യ മുന്നണിക്ക്, പ്രതിപക്ഷത്തിന് നൽകിയ ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസത്തെ പോലും ഔട്ട്ഷൈൻ ചെയ്യുന്ന രീതിയിൽ അവർ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം, ഇന്ത്യ മുന്നണിക്ക് സ്വന്തം പാർട്ടി ജയിച്ചൊരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കാൻ പറ്റുന്നില്ല കോൺഗ്രസിന്, ഇന്ത്യ മുന്നണി നയിക്കുന്ന കോൺഗ്രസിന്. ആ മുന്നണി ഇനി ഈ പുതിയ പ്രശ്നങ്ങളെ, ഇപ്പോൾ ബീഹാറിലൊക്കെ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമായിരിക്കും, ബംഗാളിനേക്കാൾ ഭീകരമായിരിക്കും. കാരണം ബീഹാറിൽ ദാരിദ്ര്യ നിരക്ക് വളരെയധികം കൂടുതലാണ്. റേഷൻ പോലുള്ള സംവിധാനങ്ങൾ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന ആളുകളുണ്ട്. സർക്കാർ കൈവിട്ട് കഴിഞ്ഞാൽ ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാത്ത ആളുകൾ, അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വരും ആളുകൾക്ക്. ബീഹാറിൽ ഓൾറെഡി മൈഗ്രൻസ് ധാരാളമുണ്ട്. ആ മനുഷ്യർക്ക് മറ്റെവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് ജീവിക്കേണ്ടി വരും. ഇപ്പോൾ കേരളത്തിലേക്ക് വന്ന് കേരളത്തിലവർക്ക് റേഷൻ കിട്ടുമായിരിക്കും, അങ്ങനെ പോകേണ്ടി വരുന്നൊരവസ്ഥയുണ്ട്. ബംഗാളിൽ ഉണ്ടാകുന്ന പ്രശ്നം, ബംഗാളിൽ ഞാൻ പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാത്രം ലക്ഷ്യം വെച്ചല്ല, ഈ പറയുന്ന ദലിത് കമ്മ്യൂണിറ്റിയും പുറത്താക്കപ്പെടുന്നവരിലുണ്ട്. ഇതൊക്കെ സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നം, ഒരു അന്തരീക്ഷം, സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിഭജനത്തിൻ്റെ അന്തരീക്ഷമുണ്ട്. അത് അസമിൽ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതാണ്, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതാണ്. ബംഗാളിൽ അതുണ്ടാകുന്ന പ്രശ്നം, ബംഗാളിൽ ഉണ്ടാകുന്ന ഒരു കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാവും. ആ കമ്മ്യൂണൽ ഡിവൈഡ് വലിയ വലിയ പ്രത്യാഘാതങ്ങൾ ഇന്ത്യക്കുണ്ടാകും. കാരണം വെച്ചാൽ ബംഗാളിൽ അതിൻ്റെ ഒരു പാസ്റ്റുണ്ട്, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഒരു പാസ്റ്റുണ്ട്. അത് ആവർത്തിക്കപ്പെട്ടാൽ ഇന്ത്യ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടും. പക്ഷേ ബംഗാളിൽ നിന്നുള്ളൊരു പ്രതീക്ഷ, അവിടെ പ്രതിപക്ഷം പൂർണ്ണമായും വൈപ്ഡ് ഔട്ട് ആയിട്ടില്ല എന്നുള്ളതാണ്. അവിടെ പ്രതിപക്ഷമുണ്ട്, മമതാ ബാനർജി ജീവനോടെയുണ്ട്. മമതാ ബാനർജി ജീവനോടെ ഉള്ളപ്പോൾ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ കൂടി അവരുടെ കൂടി ഇതിനെങ്ങനെ ചേർക്കുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അതിനിടയ്ക്ക് ഇന്നുണ്ടായൊരു ട്വീറ്റ് ശ്രദ്ധയിൽപ്പെട്ടു. ഈ ബംഗാൾ മുഖ്യമന്ത്രി അധികാരമായിട്ട് സുവേന്ദു അധികാരി അഭിനന്ദിച്ചുകൊണ്ട് ഹിമന്ത ബിശ്വ ശർമ്മ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു ഫോട്ടോ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിക്കുറിപ്പ് ബാഡ് ഡേയ്സ് ഫോർ ഡാഷ് ഇഫ് യു നോ യു നോ എന്നാണ്. യെസ്, അതാണ്. എന്തായാലും ബംഗാളിൻ്റെയും ബീഹാറിൻ്റെയും മറപിടിച്ച് ഈ നീക്കം മറ്റിടങ്ങളിലേക്കും വ്യാപിക്കാൻ സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ ആനുകൂല്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് നിങ്ങളെ പൗരന്മാരല്ലാതാക്കുകയാണ് BJP സർക്കാരുകൾ ചെയ്യുന്നത്. അത് കൃത്യമായി BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ ആസൂത്രിത നീക്കം തന്നെയാണ് നടപ്പാക്കപ്പെടുന്നത്.